ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ HSA നാച്ചുറൽ സയൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ക്ലാസ് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് HSAയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നമ്മൾ നെക്സ്റ്റ് ഇയർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ സമഗ്ര അക്കാദമിയിൽ ഒരു കോഴ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ HSA നാച്ചുറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ HSA നാച്ചുറൽ സയൻസിൻ്റെ സിലബസിൽ മൊഡ്യൂൾ 8 വരുന്ന ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജി എന്ന് പറയുന്ന ആ ടോപ്പിക്കിലെ ഒരു ഭാഗമാണ് ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഭാഗത്തിൽ ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജിയിൽ എന്തൊക്കെയാണ് നമുക്ക് HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളത് ജസ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ നോക്കിയിട്ട് പോവാം. ഇതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറാണ്. അതിൻ്റെ ഹിസ്റ്ററി വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ്, അതായത് ടോട്ടിപൊട്ടൻസി, ഡിഫറൻസിയേഷൻ, ഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ, ടിഷ്യൂ കൾച്ചർ ലബോറട്ടറി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചറിന് യൂസ് ചെയ്യുന്ന മീഡിയാസ് നമുക്ക് കുറേയൊക്കെ അറിയാം അല്ലേ, MS മീഡിയം, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പോസിഷൻ, പ്രിപ്പറേഷൻ, പിന്നെ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സുകൾ, പിന്നെ എക്സ്പ്ലാന്റ് സെലക്ഷൻ, സ്റ്റെറിലൈസേഷനും ഇനോക്കുലേഷനും, പിന്നെ ടിഷ്യൂ കൾച്ചർ തന്നെ പലതരത്തിലുണ്ടല്ലോ, ടൈപ്സ് ഓഫ് ടിഷ്യൂ കൾച്ചർ, മെരിസ്റ്റം കൾച്ചറുണ്ട്, ഓർഗൻ കൾച്ചറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെറിലൈസേഷനും ഇനോക്കുലേഷനും ഒക്കെ ഉള്ള ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് നമുക്ക് ഈ ടിഷ്യൂ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് HSAയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചുള്ള കുറച്ച് ബ്രീഫായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ടിഷ്യൂ കൾച്ചർ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ തന്നെ മൊത്തത്തിൽ സയൻസിൻ്റെ മേഖലയിൽ വളരെ പ്രാധാന്യമുള്ളൊരു ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അല്ലേ. അപ്പോൾ സസ്യകോശം അല്ലെങ്കിൽ സസ്യകലകൾ, സസ്യഭാഗങ്ങൾ തുടങ്ങിയവ ലബോറട്ടറി സാഹചര്യത്തിൽ അനുയോജ്യമായിട്ടുള്ള മാധ്യമത്തിൽ വളർത്തിയെടുക്കുന്ന പ്രക്രിയനെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ടിഷ്യൂ കൾച്ചറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള സസ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം, ഒരു കോശമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു കലയാകാം, ഏതെങ്കിലും ടിഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സസ്യഭാഗമാകാം. ഇതൊക്കെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലബോറട്ടറി കണ്ടീഷനിൽ നമ്മളത് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് ഈ ഒരു സെല്ല് വളർന്ന് ഒരു ഫുൾ പ്ലാന്റ് ആവാനായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള മീഡിയം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ മീഡിയത്തിൽ വളർത്തിയെടുക്കുന്ന ഈ ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സസ്യകോശം അല്ലെങ്കിൽ കലകൾ, സസ്യഭാഗങ്ങൾ തുടങ്ങിയവ ലബോറട്ടറി സാഹചര്യത്തിൽ അനുയോജ്യമായ മാധ്യമത്തിൽ വളർത്തിയെടുക്കുന്ന പ്രക്രിയയാണ് ടിഷ്യൂ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സിലബസിനകത്ത് പറയുന്നുണ്ടല്ലേ, ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ചും ഇതിൻ്റെ ആദ്യകാല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് സിലബസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ബ്രീഫായിട്ട് നമ്മളത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്, അപ്പോൾ ടിഷ്യൂ കൾച്ചർ വരുന്നതിന് മുമ്പ് നമ്മൾ നോർമലി നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ മെത്തേഡുകളുണ്ടല്ലേ. കായിക പ്രജനന രീതികൾ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണല്ലേ. അപ്പോൾ ഈ കായിക പ്രജനന രീതിയുടെ ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ള രൂപമാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ടല്ലേ, മുറിച്ച് നടൽ, പതിവയ്ക്കൽ, ഒട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ്, അതുപോലുള്ള ടെക്നിക്സ് ഒക്കെ നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പരിഷ്കരിച്ച രൂപമാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മലയാളം വാക്കെന്ന് പറയുന്നത് ഊതക സംവർദ്ധനം എന്നാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ മലയാളം വാക്കെന്ന് പറയുന്നത്. അപ്പോൾ കായിക പ്രജനനത്തിൻ്റെ ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ള രൂപമാണ് ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ ഊതക സംവർദ്ധനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉണ്ട്, അതുപോലെ തന്നെ എക്സാമുകൾക്കൊക്കെ വരുന്ന ഒരു ചോദ്യമാണ് അല്ലേ, ജനറൽ PSCക്കൊക്കെ വരുന്നതാണ്. ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോട്ടിലിബ് ഹെയ്ബർലാൻഡാണ്. ഹെയ്ബർലാൻഡാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവിനെ ഓർത്തിരിക്കണേ, ഗോട്ടിലിബ് ഹെയ്ബർലാൻഡ്. ഹെയ്ബർലാൻഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് ഇദ്ദേഹമാണ്. അതായത് ഈ മേഖലയിൽ, ടിഷ്യൂ കൾച്ചറിൻ്റെ മേഖലയിൽ ആദ്യകാലത്തിൽ പഠനങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഹെയ്ബർലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സെൽ തിയറിയൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം, സെൽസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ പഠനങ്ങൾ ഇദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ 1902 കാലഘട്ടത്തിലാണ് ഹെയ്ബർലാൻഡ് ഈ ഒരു മേഖലയിൽ തൻ്റെ പരീക്ഷണങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഒരു ജർമ്മൻ പ്ലാന്റ് സയൻറ്റിസ്റ്റാണ്, നമ്മുടെ സസ്യശാസ്ത്രജ്ഞനാണ് ഈ ഹെയ്ബർലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ സെൽ തിയറിയൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലായി, ഒരു എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലായപ്പോൾ ഒരു
പുനരുൽപ്പത്തി, അതായത് പ്ലാന്റ് സെല്ലിന് ഇങ്ങനെ ഒരു വളർന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആവാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്നൊക്കെ ഇദ്ദേഹത്തിന് ആ ഒരു തിയറി എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലിൽ നിന്നാണ് അടുത്ത് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ആ സെൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് 1902 കാലഘട്ടത്തിൽ ഹെയ്ബർലാൻഡ് ഈ മേഖലയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയത്. അപ്പോൾ സസ്യകോശങ്ങളുടെ പൂർണ്ണ പുനരുത്ഭവത്തിനുള്ള ആന്തരിക ശേഷി ഇദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം തൻ്റെ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ സസ്യഭാഗങ്ങൾ പരീക്ഷണശാലയിൽ വളർത്തിയെടുക്കാമെന്ന് മെല്ലിയാർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ 1921 പ്രൂവ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പഠനവുമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് തന്നെ 1921 കാലഘട്ടമായപ്പോഴത്തേക്കിനും മെല്ലിയാർഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അപ്പോൾ അദ്ദേഹവും ഒരു പ്ലാന്റ് സയൻറ്റിസ്റ്റാണ്, അദ്ദേഹം ഈ സസ്യഭാഗങ്ങൾ ഈ സെല്ലുകളെയൊക്കെ പരീക്ഷണശാലയിൽ നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വളർത്തിയെടുത്ത് ഒരു എൻ്റയർ പ്ലാന്റ് ആക്കി മാറ്റാൻ പറ്റുമെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. മെല്ലിയാർഡ് 1921 കാലഘട്ടത്തിൽ അത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ 1922 ആയപ്പോഴത്തേക്കിനും ക്വറ്റെ എന്ന് പറയുന്ന ഒരു ഗവേഷക വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം ഹെയ്ബർലാൻഡിൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെയ്ബർലാൻഡിൻ്റെ പരീക്ഷണങ്ങളോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ക്വറ്റെ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ് ഈ ക്വറ്റെ. അപ്പോൾ അദ്ദേഹം 1922 ഈ നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ വേരിൻ്റെ അഗ്രം ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഈ ഒരു എൻ്റയർ പ്ലാന്റിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് നടത്തി. അദ്ദേഹം ലാസ്റ്റ് അതിൽ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ 1922 ക്വറ്റെ വിജയകരമായിട്ട് വേരിൻ്റെ അഗ്രത്തിൽ നിന്ന് ഒരു എൻ്റയർ പ്ലാന്റിനെ ലബോറട്ടറി കണ്ടീഷനിൽ സെറ്റ് ചെയ്തു. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഈ ഒരു മേഖലയിൽ വളരെ വലിയൊരു വളർച്ചയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. അതായത് മുന്നോട്ടുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ ഒരു ഊർജം പകർന്ന ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു പരീക്ഷണമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഇനി ഈ ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു പ്ലാന്റ് സെല്ലിന് അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിന് ഏതെങ്കിലും ഒരു സസ്യഭാഗത്തിന് എൻ്റയർ പ്ലാന്റായിട്ട് വളരാനൊരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവത്തുള്ളൂ, അല്ലേ? നമുക്ക് അതിനുള്ള നമ്മുടെ ആനിമൽസിൻ്റെ സെല്ലിന് അതിനുള്ള കഴിവില്ല. പക്ഷേ പ്ലാന്റ് സെല്ലിന് ഈ ഒരു കഴിവുണ്ട്. അപ്പോൾ ആ ഒരു കഴിവിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അതാണ് ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്നത്. എന്താണ് ഈ ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്നത്? ടിഷ്യൂ കൾച്ചർ എന്ന സങ്കേതത്തിൻ്റെ അടിസ്ഥാനമാണ് ടോട്ടി പൊട്ടൻസി. ശരിക്കും ടിഷ്യൂ കൾച്ചർ ഉണ്ടായതിന് തന്നെ കാരണം എന്താണ്? പ്ലാന്റ്സിൻ്റെ ഈ ഒരു എബിലിറ്റിയാണ്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്ന സങ്കേതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പ്ലാന്റ്സിൻ്റെ ഈ ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്ന എബിലിറ്റിയാണ്. അനുകൂല സാഹചര്യത്തിൽ പൂർണ്ണ സസ്യമായി വളരാനുള്ള ഒരു സസ്യകോശത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്നത്, അല്ലേ? ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. എന്താണ് ടോട്ടി പൊട്ടൻസി? അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ചെറിയ സെല്ലിനോ ടിഷ്യൂവിനോ ഒക്കെ പൂർണ്ണ സസ്യമായി വളരാനുള്ള ആ ഒരു സസ്യത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്നത്. ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്ന എബിലിറ്റി പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ടിഷ്യൂ കൾച്ചർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിലാണെന്ത്? വൈവിധ്യവൽക്കരണം, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്? അഗ്രമെരിസ്റ്റത്തിൽ നിന്നും കേമ്പിയത്തിൽ നിന്നും പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും അവ പൂർണ്ണ വളർച്ചയിലെത്തി പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് പ്രാപ്തമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഒരു ഡിവൈഡ് ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള ഈ മെരിസ്റ്റമിക് കോശം, അത് ടിപ്പ് പോർഷനിലോ ടിപ്പിക്കൽ മെരിസ്റ്റം, അതുപോലെ തന്നെ കേമ്പിയത്തിൻ്റെ നമുക്ക് ആ ഒരു അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പുതിയ കോശങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും അത് പൂർണ്ണ വളർച്ചയിലെത്തി പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് പ്രാപ്തമാവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സിംഗിൾ ഒരു സെല്ലായിട്ടുള്ള ആ ഒരു സെല്ലിന് അതിൻ്റെ ഏത് ഡ്യൂട്ടീസാണോ അതിന് അസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് അത് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണ വളർച്ചയിലേക്ക് നയിക്കുന്ന കുറേ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോസസ്സ് നടന്നാണ് ഇതൊരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നത്. ആ പ്രോസസ്സുകളെയാണ് നമ്മൾ വൈവിധ്യവൽക്കരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്ലാന്റ് സെല്ലിൽ ഗ്രോത്ത് നടക്കും. അപ്പോൾ നമ്മുടെ അഗ്രമെരിസ്റ്റത്തിൽ നിന്നും കേമ്പിയത്തിൽ നിന്നും പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ നിന്നാണ് പുതിയ കോശങ്ങൾ ജനറേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ പൂർണ്ണ വളർച്ചയിലെത്തി അതിന് അസൈൻ ചെയ്തിരിക്കുന്ന പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് പ്രാപ്തമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂർണ്ണ വളർച്ചയിലേക്കുള്ള അവരുടെ ആ ഒരു യാത്ര, അതിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ്, മറ്റൊരു ടൈറ്റിലാണ് അപവൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്, ഡിഫറൻസിയേഷൻ. ഇതൊക്കെ എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അപവൈവിധ്യവൽക്കരണം എന്താണ്? ഡിഫറൻസിയേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇതുപോലുള്ള ഒരു സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഡ്യൂട്ടീസ് നിർവഹിക്കുന്നതിന് വേണ്ടി വളർന്ന് പൂർണ്ണ വളർച്ചയിലെത്തുന്നു. അപ്പോൾ ഈ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ വിഭജനശേഷി നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വിഭജനശേഷി നഷ്ടപ്പെട്ട് വളർച്ച പൂർത്തീകരിച്ച കോശങ്ങൾ ചില പ്രത്യേക
പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ വിഭജനശേഷി വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് അപവൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെല്ല് ഡെവലപ്പ് ചെയ്തു, അത് വളർന്ന് അതിൻ്റെ ഫുള്ളായിട്ട് അത് വളർന്ന് അതിൻ്റെ ഡ്യൂട്ടീസ് നിർവഹിക്കാൻ തക്ക വിധം അത് വളർന്നു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വിഭജനശേഷി അങ്ങ് നഷ്ടമാകും. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും കേടുപാടുകളൊക്കെ വരുന്ന സമയത്ത് ഒരു എന്താ പറയുക പുതിയതായിട്ടൊന്ന് വളരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ ഒരു എന്താ പറയുക അതിന് വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അതിന് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ചിലപ്പോൾ വിഭജനശേഷി വീണ്ടെടുക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം പ്ലാന്റ്സിന് ഏബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇതുപോലെ വളർച്ച നശിച്ചു പോയെങ്കിലും ചില പ്രത്യേക സിറ്റുവേഷൻസിൽ, അത് ചില കണ്ടീഷൻസിലാണ്, ആ സിറ്റുവേഷൻസിൽ വീണ്ടും ഇവരെന്ത് ചെയ്യും? ഈ വിഭജിക്കാനുള്ള ഇവരുടെ കഴിവിന് ഇവർ വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഈ വിഭജനശേഷി ഡിവൈഡ് ചെയ്ത് വീണ്ടും വളരാനുള്ള ആ ശേഷിനെ അവർ തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് അപവൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ വിഭജനശേഷി നഷ്ടപ്പെട്ട് വളർച്ച പൂർത്തീകരിച്ച കോശങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ വിഭജനശേഷി വീണ്ടെടുക്കുകയും വീണ്ടും അത് വളർന്ന് കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് അപവൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ തന്നെ ഒരു ഫാക്ട് കൂടി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഒരു സിലബസിൽ പറയുന്നുണ്ട്. അതാണ് പുനർവൈവിധ്യവൽക്കരണം, റീഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. പുനർവൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ റീഡിഫറൻസിയേഷൻ. അപ്പോൾ എന്താണ് ഈ റീഡിഫറൻസിയേഷൻ? മറ്റുള്ളതുമായിട്ട് എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. വൈവിധ്യവൽക്കരണം പൂർത്തിയാക്കിയ മെരിസ്റ്റമിക കോശങ്ങളായിട്ടുള്ള ഇൻ്റർഫെസിക്കുലാർ കേമ്പിയവും കോർ കേമ്പിയവും വിഭജിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഇവയ്ക്ക് ഒരിക്കൽ കൂടി വിഭജനശേഷി നഷ്ടമാവുകയും ചെയ്യുന്നു. എന്നാൽ ഇവ പിന്നീട് ചില പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി വളർച്ച പൂർത്തിയാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പുനർവൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ വൈവിധ്യവൽക്കരണം പൂർത്തിയാക്കി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള മെരിസ്റ്റമിക കോശങ്ങളാണ് ഇൻ്റർഫെസിക്കുലാർ കേമ്പിയവും കോർ കേമ്പിയവും എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നമുക്കറിയാം, കോർ കേമ്പിയം എന്ന് പറയുന്നത് ഫെല്ലോജൻ എന്ന് പറയുന്നത് ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണെന്ന് നമുക്കറിയാം, അല്ലേ? അതിൽ നിന്ന് ഗ്രോത്തിനൊരു ചാൻസ് അവിടെ അപ്പോഴും ഉണ്ട്, അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. അപ്പോൾ ഈ ഇൻ്റർഫെസിക്കുലാർ കേമ്പിയത്തിൽ നിന്നും കോർ കേമ്പിയവും വിഭജിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയ കോശങ്ങൾ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ വിഭജനശേഷി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നഷ്ടമാകും. കാരണം അതിൻ്റെ ഡ്യൂട്ടീസ് കഴിഞ്ഞല്ലോ. പക്ഷേ ചില പിന്നീട് വേറെ എന്തെങ്കിലും ഡ്യൂട്ടീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം അഡീഷണൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും വളർച്ച, അതായത് ആ സ്റ്റോപ്പ് ചെയ്തവിടത്തു നിന്ന് വീണ്ടും വളർച്ച പൂർത്തിയാക്കുന്ന ആ ഒരു പ്രക്രിയനെയാണ് പുനർവൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ റീഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. പുനർവൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ റീഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ടിഷ്യൂ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രോ ഭാഗം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു HSCക്ക് നമ്മളൊരു കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സയൻസിനും സോഷ്യൽ സയൻസിനും ഫിസിക്കൽ സയൻസിനും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു പെയ്ഡ് ബാച്ചായിട്ട് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ നമുക്ക് ടെലഗ്രാമിൽ നമ്മൾ ക്ലാസ്സസ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒരു ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സമഗ്ര അക്കാദമി എന്ന് പറഞ്ഞ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ അതിനകത്ത് നമുക്ക് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ പോൾസ്, അതുപോലുള്ള എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു കംപ്ലീറ്റ് കോഴ്സായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഗ്രൂപ്പ് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക നന്നായിട്ട് ഈ ഒരു ഇതിൽ പ്രിപ്പയർ ചെയ്ത് HSCക്ക് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഒരു ഡ്രീം ജോബിലേക്ക് എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.